അതിനാണ് പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഞാൻ തണ്ണിമത്ത തേങ്ങ ഉണ്ടാക്കാൻ പോണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് തണ്ണിമത്ത് നമുക്ക് അരഞ്ഞെടുക്കാം. ഒരു തണ്ണിമത്തിന്റെ പകുതി നമ്മൾ എടുക്കുമ്പോൾ പച്ചരിയായി ഇങ്ങനെയാണ് ഞങ്ങള് ചെയ്യാൻ പോലെ അല്ലേ, പങ്കിട്ടല്ലേ ഞങ്ങൾ. അതാ പിന്നെ ആവശ്യത്തിന് പാലും വേണം കേട്ടോ, ഒരു ഗ്ലാസ് പാല്. എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് ഇപ്പൊ ചേച്ചി പറഞ്ഞു തരുന്നതാണ്. പിന്നെ പഞ്ചസാര, പിന്നെ തണ്ണിമത്തൻ, പിന്നെ ഒരു അത്ര എല്ലാം കൂടി ചേർത്ത് 2 ഗ്ലാസ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, എല്ലാവരും വീട്ടിലുണ്ടാവും. ഒരു തണ്ണിമത്തൻ മാത്രം എക്സ്ട്രാ മേടിച്ചാൽ മതി. പ്ലേറ്റിലോട്ട് അരിഞ്ഞിടാം. കുനുകുനാന്ന് വീണിട്ടേക്ക് അപ്പോൾ നല്ല അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് നന്നായി ജ്യൂസാക്കിയിട്ട് ആക്കണം. അതാകുമ്പോൾ നമുക്ക് നല്ല വെള്ളമാക്കി കിട്ടും. പിന്നെ നമുക്ക് പാൽ വേറെ ഇത്തിരി വെള്ളം ഒഴിക്കാമല്ലോ. നല്ല അടിപൊളി തണ്ണിമത്തനാണ്. നമുക്ക് അരിയാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ട് നമുക്ക് ചെത്തി കൊടുക്കാം. കുറച്ച് ചോട്ടിക്ക് വേണ്ട, നമുക്ക് കട്ടിൻ ബോഡിക്ക് വേണ്ട, നമുക്ക് കുറച്ച് നെല്ലിക്ക് വാരിയിട്ടിട്ട് നമുക്ക് കുഞ്ഞരിയാതെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞതിന് നല്ല കുനുകുനാന്നുള്ള ഷേപ്പ് കിട്ടും. അത് പിന്ത് ഷേക്ക് നമുക്ക് എന്തെങ്കിലും ശരിക്കൊക്കെ വേണ്ടേ. അടുത്ത ചേച്ചി അരിയുന്നതാണ്. നമുക്കറിയാം ഇത് വയ്ക്കാം. നമുക്ക് തെണ്ടയ്ക്ക് വെറ്റിയേക്കാം. ഇത് സ്പൂണിന് അവിടെ അത് ഇതായിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് മുറിക്കാൻ പോകാൻ ഒരേ കഷ്ടപ്പെടുകയാണ്. നമുക്ക് ഈ സൈഡിലൂടെ ഇങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. തണ്ണിമത്തൻ നമുക്ക് ഈ നല്ല അടിപൊളി പാത്രത്തിലോട്ട് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചി കുനുകുനാന്ന് അരിയുന്ന നേരത്ത് നമുക്കിത് ജ്യൂസൊക്കെ എടുക്കാം. അടിപൊളി തണ്ണിമത്തൻ വെള്ളമാക്കി എടുക്കട്ടെ. നമുക്ക് കയ്യിലുള്ള നല്ല അടിപൊളി കുറച്ചില്ല ജ്യൂസൊക്കെ നല്ല കുനുകുനാന്ന് ജ്യൂസാക്കണം. ഇത് നിങ്ങൾ ബസ്റ്റായി ചെയ്യാൻ കയ്യിൽ വെച്ചിങ്ങനെ ഉള്ളിൽ നിന്ന് ഉടച്ച് കൊടുക്കുക. നമുക്ക് ഇവിടെ ചേച്ചി നമുക്ക് ഫോൺ കൊണ്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു കഷ്ണം ടേസ്റ്റ് ചെയ്തോട്ടെ. നല്ല നീളനെ ഫ്രൈഡ് ഉരുളൻകിഴങ്ങ് നീളനെ അരിഞ്ഞ് വറുക്കണം.
അതുപോലെ എനിക്ക് പീസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ മതി മധുരമുണ്ട് guys. നല്ല രസമാണ്. നമുക്ക് ഒരെണ്ണായി കുഞ്ഞ കുഞ്ഞു കുഞ്ഞ കുഞ്ഞു കുഞ്ഞ കുഞ്ഞു കുഞ്ഞ കുഞ്ഞു കുഞ്ഞു ഇനി ഇത് നമുക്ക് ഇനി മറ്റേ ജ്യൂസ് വയ്ക്കാം. അപ്പൊ ഞാൻ അപ്പോഴും ഓൾമോസ്റ്റ് കുതികര എൻ്റെ ഉള്ളിൽ സാധനം നമുക്ക് അറിയാനാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അരിഞ്ഞ് വെക്കട്ടോ. ഇട്ടാക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ കളറില്ല, പക്ഷെ നല്ല മഞ്ഞാട്ടോ വയസ്സിന് മറ്റേ ബാക്കിയുള്ളവർക്ക് നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആക്കാം. വലിയ കയ്യിലോട്ടോ വയസ്സത് എന്തെങ്കിലും നീളം കുറവാണെങ്കിലും ഗൈസ് ഞങ്ങൾക്ക് ക്യാമറ നോക്കിയത് അവിടെ സാധനമൊക്കെ പോലെ പക്ഷെ അവിടെ ആ സാധനമില്ല. അത് ചമ്മി എന്നും പറയും. അത് അറിയാൻ നടക്കണത്. നമുക്ക് തരിഞ്ഞ് വെച്ചു. അപ്പൊ നമുക്കിനി ഇതിലോട്ട് ചേച്ചി വരുന്നതിന് നമുക്ക് ഇട്ടെടുക്കാം. കുഞ്ഞു കുഞ്ഞാന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടി പോയി. അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഇതിലോട്ട് ഞാൻ അവരൊക്കെ കുറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഇതിലോട്ട് നല്ല അടിപൊളി ബ്ലട്ടറിനെ കുറച്ചാണ് വേണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് വെള്ളം ചെറിയ അരമണിക്കൂർ നമുക്ക് അത്യാവശ്യം ചാറ് കിട്ടുന്നത്. നമുക്ക് ഇതിലോട്ട് വേണ്ട സാധനം പാല് രണ്ട് കുത്തിട്ടുണ്ട്. ഞാൻ പറയിട്ടില്ല. കുറച്ച് നൽകും പോയി ചേച്ചിക്ക് ഒഴിക്കാനുണ്ടാവില്ലേ അടിപൊളി ഷേക്കായിരുന്നു. നമുക്ക് നന്നായി നോക്കി കൊടുക്കാം. കുറച്ചധികം പഞ്ചാര ഇടുന്നുണ്ട്. ഒരു സ്പൂൺ അടിപൊളിയായിട്ട് ഇളക്കുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു അപ്പൊ ഞാൻ അടുത്ത നിൽക്കാൻ കുഞ്ഞു കുഞ്ഞാ കുഞ്ഞു കുഞ്ഞാ നമുക്ക് ഷേപ്പിന്റെ ക്ലാസ് വെച്ചിട്ടുണ്ട്. ചാറ് പിടിച്ചിട്ടുണ്ട്. ക്ലാസ്സിലിടാം. ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ് അങ്ങനെ കമത്തി ഒഴിക്കുക. കയ്യിലോട്ട് എടുത്തി സ്പീഡ് കുറയിട്ട് കുടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിക്കണ്ടേ? പുതിയ സ്റ്റാർട്ടോ കണ്ടോ അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം. നല്ല അടിപൊളിയായിട്ട് ഞാനിങ്ങനെ കുറച്ച് നന്നായിട്ടൊന്നും വരുന്നില്ല.
അടിപൊളി റിസൾട്ട് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഇത് കഴിക്കാം. ചാറ് കുറച്ച് വയ്ക്കും. ചാറാണ് കുറവ്, കഷ്ണൊക്കെ പോയിട്ട് അതിൻ്റെ ഇടയിൽ. ഇത്രയുള്ളൂ ഷേക്ക്. നമുക്ക് ഗ്ലാസ് നിറച്ച് വെച്ചിട്ട് കാണാം. അപ്പൊ ഇതാ നമ്മുടെ ഗ്ലാസ് പിങ്ക് ഷെയ്ഡ് ഉണ്ടെന്നുണ്ട്. അടിപൊളിയുണ്ട്. നമുക്ക് കുടിച്ചൊക്കെ സ്പൂണിൽ ഷേക്ക് കിട്ടും. വീട്